അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്കൊക്കെ പ്രയാസങ്ങളുണ്ടാവാറുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടാവാറുണ്ട്. നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള പ്രയാസങ്ങൾ ചില സമയത്ത് നമുക്ക് വരാറുണ്ട്. ആ പ്രയാസങ്ങളിൽ നിന്ന്, മനപ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ എന്താണ് മാർഗമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉണർത്തുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെയും ഒരു ആയത്തിനെയുമാണ് പരിചയപ്പെടുത്തുന്നത്. യാ ലത്തീഫു യാ അല്ലാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ നാമത്തിനെ 129 തവണയാണ് ചൊല്ലേണ്ടത്. 129 തവണ ആ ഇസ്മ ചൊല്ലിയതിനു ശേഷം വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറയിലെ 19-ാമത്തെ ആയത്ത്, അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഈ ആയത്തിനെ ഒരു തവണ ആത്മാർത്ഥമായി നമുക്ക് അനുഭവിക്കുന്ന ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയോടുകൂടി നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിലേക്ക് അഭയം തേടുക. എന്നാൽ നമ്മുടെ മനപ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും, മാറിക്കിട്ടും. യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 129 തവണ ചൊല്ലി ഈ ആയത്തിനെ ഒരു തവണ കൂടി ഓതിയതിനു ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരുമാറാകട്ടെ. നാഫിആയിരിക്കുന്ന, ഉപകാരപ്രദമായിരിക്കുന്ന അറിവിനെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.